പാലുൽപാദനത്തിൽ രാജ്യത്ത് മികച്ച സ്ഥാനത്തിലേക്ക് കേരളം എത്തുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. മിൽമ തിരുവനന്തപുരം മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ അവാർഡ് ദാനവും മിൽമ പുതുതായി പുറത്തിറക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവും രാമപുരത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ ഭാഗത്തു നിന്നും പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ട എല്ലാ പദ്ധതികളും നടപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. പാലുൽപാദനത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് മികച്ച സ്ഥാനത്തിലേക്ക് കേരളം എത്തുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. 2022-2023 സാമ്പത്തിക വർഷങ്ങളിലെ മികച്ച ആനന്ദ് മാതൃകാ ക്ഷീരോത്പാദക സംഘങ്ങൾ, മികച്ച ക്ഷീര കർഷകർ, മികച്ച ഗുണനിലവാരമുള്ള പാൽ നൽകിയ സംഘങ്ങൾ എന്നിവയ്ക്കുള്ള മിൽമയുടെ തിരുവനന്തപുരം മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയന്റെ അവാർഡുകൾ വിതരണം ചെയ്തുകൊണ്ടും മിൽമ പുതിയതായി പുറത്തിറക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രകാശനം നിർവഹിച്ചുകൊണ്ടും രാമപുരത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ ഭാഗത്തു നിന്നും പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പദ്ധതികളും നടപ്പാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഫലമായാണ് 2024-2025 സാമ്പത്തിക വർഷത്തിൽ 39.07 കോടി രൂപയുടെ നേട്ടമുണ്ടാക്കുന്നതിന് മിൽമയ്ക്ക് സാധിച്ചതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടി ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ ആ ഗവൺമെൻറ്റിനൊരു കൈത്താങ്ങ് കൊടുത്തുകൊണ്ട് കേരളത്തിലെ മിൽമയും നമുക്കറിയാം ഗവൺമെൻറ്റിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പാലുൽപാദന രംഗത്തിൽ നമ്മളൊരു വിധം ഇപ്പോൾ കേരളം പിടിച്ചു നിൽക്കുന്നൊരു കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ പാലളക്കുന്നത് അല്ലെങ്കിൽ പാല് നമുക്ക് കിട്ടുന്നത് മലബാർ മേഖലയാണെങ്കിലും എറണാകുളം മേഖലയും തിരുവനന്തപുരം മേഖലയും ഒക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു അത്രയും അടുത്ത് വന്നില്ലെങ്കിലും അത് നമ്മുടെ ക്ഷീര കർഷകർ തന്നെ ആ പാല് വിപണിയിൽ എത്തിക്കുന്നത് കൊണ്ട് എല്ലാ പാലും ക്ഷീരസംഘങ്ങൾ മുഖേന മിൽമയിലെത്തുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മിൽമയ്ക്ക് ഒരിക്കലും സ്വയം പര്യാപ്തിയിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് നാം എടുത്ത് പരിശോധിക്കുമ്പോൾ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വളരെയധികം വർധനവ് കേരളത്തിലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മിൽമ തന്നെ നല്ലതുപോലെ അവരുടെ പാൽ ഉൽപ്പന്നങ്ങൾ മറ്റിതര ഉൽപ്പന്നങ്ങളൊക്കെ വിപണിയിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമുക്കധികം പാല് വന്നാൽ പോലും ആ പാല് കേരളത്തിൽ സംഭരിക്കുവാനും പാൽപ്പൊടിയാക്കുവാനും നമ്മുടെ മലപ്പുറത്ത് മൂർക്കനാട് അതിന് വേണ്ടുന്ന പാൽപ്പൊടി ഫാക്ടറി 131 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കേരളത്തിൽ നമുക്കറിയാം ഗവൺമെൻറ്റും നമ്മുടെ മിൽമയും അതുപോലെ തന്നെ മറ്റിതര ഏജൻസികളുമായി ചേർന്ന് നിന്നുകൊണ്ട് ആ പദ്ധതിയും പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നാടൻ പശുക്കൾക്ക് പുറമെ കൂടുതൽ പാൽ തരുന്ന മുന്തിയ ഇനം പശുക്കളെയും ക്ഷീരകർഷകർ വളർത്തുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിരവധി പദ്ധതികളാണ് ക്ഷീരകർഷകരെ സഹായിക്കാൻ വേണ്ടി ആവിഷ്കരിച്ച് നടപ്പാക്കിയിരിക്കുന്നത്. ക്ഷീരമേഖലയുടെ സമഗ്ര പുരോഗതിക്ക് ക്ഷീരോത്പാദക കർഷകരുടെ സാമ്പത്തിക നേട്ടം അനിവാര്യമാണെന്ന് സർക്കാർ മനസ്സിലാക്കി. കർഷകരെ സഹായിക്കുന്നതിനായി പാൽ വില വർദ്ധിപ്പിച്ചു, കാലിത്തീറ്റ സബ്സിഡി വർദ്ധിപ്പിച്ചു, പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതിക്ക് 8 കോടി രൂപ വിതരണം ചെയ്തു. കൂടാതെ 24 മണിക്കൂറും പശുക്കളുടെ സംരക്ഷണത്തിനായി 1962 എന്ന കോൾ സെന്ററിൽ വിളിച്ചാൽ മൊബൈൽ ചികിത്സാ സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയും നടപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ അഡ്വക്കേറ്റ് പ്രതിഭ MLA അധ്യക്ഷയായി. CDNet ന്യൂസ് കായംകുളം.